ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വിക്ടബറിൻ്റെ ആധ്യാത്മിക പ്രബോധനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുവരികയായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച്. പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയ ജോലി ദൈവത്തോട് അപേക്ഷകളും യാചനകളും അർപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ അനേകരെ ആത്മാവിൻ്റെ ഐക്യത്തിൽ നിലനിർത്തുന്ന ജോലിയാണ് പരിശുദ്ധ മറിയം ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനം 1-14 അപ്പസ്തോലന്മാരും മാതാവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരികയാണ്. അതിനുശേഷമാണ് അവർ കർത്താവിനെ കൊടുക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് എന്താണ്? ഐക്യത്തിൻ്റെ ആത്മാവിനെ, സംരക്ഷണത്തിൻ്റെ ആത്മാവിനെ, ലോകാതിർത്തികൾ വരെ സുവിശേഷം എത്തുന്ന പരിശുദ്ധാത്മാവിനെയൊക്കെയാണ് നമുക്ക് അയച്ചു തരുന്നത്. എഫെസ്യർക്ക് ഇതിലെ ലേഖനം 4-2-3-4 എല്ലാം തിരുവചനത്തിൽ പറയുകയാണ്, ഐക്യത്തിന് ആഹ്വാനം. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും ഉപരി സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. ഇതിൽ എഫെസ്യർക്ക് ലേഖനം 4-1-4 വരെയുള്ള തിരുവചനത്തിൽ ഐക്യത്തിന് ആഹ്വാനം എന്ന് പറയുകയാണ്. ഈ ഐക്യം സംഭവിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം അവിടെ ഉണ്ടാകുകയാണ് ഐക്യത്തിലൂടെ. വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് വേണ്ടി തടവുകാരനായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബന്ധനത്തിൽ, സഹനങ്ങളിൽ, ഐക്യത്തിൽ, സമാധാനത്തിൽ, വിശുദ്ധിയിൽ എല്ലാം ദൈവത്തോടൊപ്പം തടവുകാരനായി തീർന്നതാണ് വിശുദ്ധ പൗലോസ്ലീഹ. ദൈവത്തിൻ്റെ എല്ലാ കാര്യത്തിലും പങ്കു ചേർക്കപ്പെട്ട വ്യക്തിയാണ് തടവുകാരൻ. കർത്താവിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തടവുകാരനായി തീർന്നിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മുൻപിൽ ഭോഷനാണ്. എല്ലാ കഴിവുകളും ബുദ്ധിയും സാമർഥ്യവും യഹൂദനും നിയമപണ്ഡിതനും എല്ലാമായിരുന്നു വിശുദ്ധ പൗലോസ്ലീഹ. അതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഈ തടവിൽ ഐക്യം, സ്നേഹം, സമാധാനം, വിശുദ്ധി, വിശ്വസ്തത, ഈ ദൈവിക പുണ്യങ്ങളും ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധവുമുള്ള ഒരു തടവുകാരനായിട്ടാണ് വിശുദ്ധ പൗലോസിനെ നമ്മളിവിടെ കാണുന്നത്. ഇതിൽ പറയണ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരാകുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ, ഈ ഐക്യം നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ മറിയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വഴിയിലൂടെ നടക്കുമ്പോൾ ആ ആത്മാവ് വേദനിക്കുകയാണ്. നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലാതെ നാവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ആ ആത്മാവ് വേദനിക്കുകയാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഈശോയുടെ ആത്മാവാണ് അവിടെ മധ്യസ്ഥം യാചിക്കുക. കാരണം ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ്, കൃപയുടെ പാത്രങ്ങൾ ആവശ്യമാണ്. അതാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 53-2 14-2 പറയുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ തേടുന്ന വിവേകി ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ? ഭൂമിയിൽ ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ആരായുകയാണ്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുക. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ വരുന്നത്, കർത്താവിനെ അനുഭവിക്കാൻ ഇടയാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഓർക്കുക, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-18 അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവിൻ.
നിങ്ങൾ അപേക്ഷകളോടും യാചനയോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മുടെ ഓരോരുത്തരും. ഈ ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ചിറങ്ങി തിരിച്ചവരുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. അതാണ് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുവിൻ. ഈ പ്രാർത്ഥനയിലൂടെ ഈശോയുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം നമുക്കുണ്ടാകുന്നു. പരിശുദ്ധ മറിയം ഈശോ ഭൂമിയിൽ വന്നപ്പോൾ, ദൈവപുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ ഈ പിതാവായ ദൈവവുമായിട്ട് ഗാഢമായ ബന്ധം പുലർത്തി. ദൈവപുത്രന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. മനുഷ്യപുത്രന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. പീഡകൾ സഹിക്കുവാൻ ശക്തി കൊടുക്കുന്നതിന്, ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് എല്ലാം പരിശുദ്ധ മറിയം ഭൂമിയിൽ ഈശോയോട് കൂടെ ഉണ്ടായിരുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇതിലെന്താണ്? എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ഈ ശരീരവും രക്തവുമാണ് അവിടുന്ന് നമുക്ക് ബലിയായി അർപ്പിക്കപ്പെട്ട് നമുക്ക് തന്നത്. അതിലൂടെയാണ് നമുക്ക് ജീവൻ തന്നത്. ആ ജീവനെ സഹായിച്ച പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമുക്ക് വിറ്റുബറിൻ്റെ ബാക്കി പ്രബോധനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിറ്റുബറിൻ്റെ ഈ ആധ്യാത്മിക പുസ്തകത്തിലെ 86-ാമത്തെ പേജാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, വിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഈശോയെ അറിഞ്ഞ് വരുമ്പോഴാണ് പരിശുദ്ധ മറിയത്തെ അറിയുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ആത്മീയ ശക്തിയിലേക്ക് വരുമ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. വിശുദ്ധ അന്തോനീസിനെ എല്ലാവരും അത്ഭുത പ്രവർത്തകനായിട്ടാണ് കാണുന്നത്. ആ വിശുദ്ധൻ്റെ ആത്മീയ ശക്തി നിമിത്തമാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. അമ്മയായ മറിയത്തെ പോലെ വിശുദ്ധ അന്തോനീസിലും മുഴുവനും വചനമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യവും 51-ാം വാക്യവും ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചിരുന്നു. നിങ്ങളിലും വചനം വന്നാൽ നിങ്ങൾ കൊച്ചു ദൈവങ്ങളാകും. യോഹന്നാൻ 10:34-35. ഇത് ഏറ്റവും അധികം കണ്ടുപിടിക്കുന്നത് സാത്താനാണ്. യാക്കോബ് 2:19. അല്ലാതെ ആരെ വിളിച്ച് ചോദിച്ചാലും അറിയുവാൻ സാധിക്കുകയില്ല നിങ്ങളിൽ കൃപ വന്നോ എന്ന് അറിയണമെങ്കിൽ സാത്താനോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളിൽ ആരിലാണ് ഏറ്റവും കൂടുതൽ വചനമുള്ളത്? അവരുടെ കാലിൽ വന്ന് പിശാചിനോട് വീഴാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വചനം ഉള്ളവരുടെ കാലിൽ വന്ന് അവൻ വീഴും. നിങ്ങളിൽ ഏറ്റവും മോശമായി നേരത്തെ പൈശാചിക ബന്ധനം ഉള്ളവരുടെ കാലിലായിരിക്കും അവർ വന്ന് വീഴുന്നത്. വചനം ആരിൽ വരുന്നുവോ അവരിൽ ഈശോ വന്ന് വാസമർപ്പിക്കും. ഇതിൽ നമ്മൾ കേൾക്കുകയാണ്, വിശുദ്ധ അന്തോനീസിനെ നമ്മൾ വലിയ അത്ഭുത പ്രവർത്തകനായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി നിമിത്തമാണ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. വിശുദ്ധ അന്തോനീസിൽ മുഴുവനും ദൈവവചനമായിരുന്നു. വിശുദ്ധ അന്തോനീസിനെ നമുക്കറിയാം, ഇന്നും നാവഴുകാതെ വിശുദ്ധമായിട്ടിരിക്കുന്ന ഒരു പുണ്യവാനാണ്. അതുപോലെ തന്നെ അനേക അത്ഭുതങ്ങൾ വിശുദ്ധ അന്തോനീസിൽ കൂടെ നടക്കുന്നുണ്ട്. കാണാതായ വസ്തുക്കൾ കണ്ടെത്തുക, സാധ്യമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥത്തിലൂടെ ലഭിക്കുക. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ അന്തോനീസിനെ കുറിച്ച്. പരിശുദ്ധ മറിയത്തെ പോലെ വിശുദ്ധ അന്തോനീസും അനേകം വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. വിശുദ്ധ അന്തോനീസിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചർ കാണുമ്പോൾ ഒരു ഉണ്ണീശോയെ കൈകളിലേന്തിയ വിശുദ്ധനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലില്ലിപ്പൂക്കൾ പിടിച്ച് ഉണ്ണി മിശിഹായെ കയ്യിലേന്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ്. ഇന്നും
ഇന്നും അദ്ദേഹത്തിൻ്റെ നാവുകൾ അഴുകാതിരിക്കുന്നു. കാരണം ജെറമ്യ 15:19 ഒരു വചനം പറയുന്നുണ്ട്, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാലാണ് ദൈവത്തിൻ്റെ നാവ് പോലെ ആകുക. വിശുദ്ധി, പരിശുദ്ധി എല്ലാം കൊണ്ട് നിറഞ്ഞ നാവാക്കി കർത്താവ് മാറ്റുകയാണ് വിശുദ്ധ അന്തോനീസിനെ. വിശുദ്ധൻ്റെ ആത്മീയ ശക്തി നിമിത്തമാണ് എന്ന് നമ്മൾ കേട്ടു. വചനത്തിൽ വന്ന് വചനത്തിൽ ജീവിച്ച് അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയായിരുന്നു വിശുദ്ധ അന്തോനീസ്. ഓരോ വചനങ്ങളും അനുസരിച്ചപ്പോൾ ഈശോ വളർന്ന ഉണ്ണീശോ ആയി മാറി. യോഹന്നാന്റെ സുവിശേഷം 10:34-35 തിരുവചനത്തിൽ നമ്മൾ താഴേക്ക് വരുമ്പം കാണുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. കർത്താവിൻ്റെ വചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ, അപ്പോൾ ഈ വചനം വന്ന് വസിക്കുമ്പോൾ, ആ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ കർത്താവ് നമ്മയും വിളിക്കുകയാണ് കർത്താവിൻ്റെ സ്വന്തമായിട്ട്, കർത്താവിൻ്റെ സുഹൃത്തായിട്ട് എല്ലാം നമ്മയും വിളിക്കുന്ന എപ്പോഴാണ്? ദൈവവചനം നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. ആ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു എന്നാ പറയുക. ഈ ആത്മീയ ശക്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈശോയിൽ നമ്മൾ അതിനെ അതിജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയ ശക്തരായി മാറും. ഓരോ സഹനങ്ങളെയും ദൈവവചനത്തിലൂടെയും ഈശോയിലൂടെയും നമ്മൾ മറികടക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ ശക്തി ഉണ്ടാകുക. എത്ര പ്രശ്നങ്ങൾ വന്നാലും, മലകളും കുന്നുകളും പോലെ പ്രശ്നങ്ങളുണ്ടായാലും ഈശോയുടെ സ്നേഹത്തിലൂടെ അതിനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അവിടെ ആത്മീയ ശക്തി ഉണ്ടാവുകയാണ്. ഈ വിശുദ്ധൻ്റെയൊക്കെ ജീവിതത്തിൽ അനേകം കാര്യങ്ങളിലൂടെ ഒക്കെ അവർ കടന്നു പോയിട്ടുണ്ട്. അവരാ കടന്നു പോകലിലെല്ലാം ദൈവത്തെ കൂട്ടുപിടിച്ചു. അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് വിശുദ്ധനാകാൻ സാധിച്ചു. അതുകൊണ്ട് അവരോട് മധ്യസ്ഥം വഹിക്കുമ്പോൾ അവരിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24 മുതൽ 26 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവ് പറയാണ്, പിതാവ് ബഹുമാനിക്കുന്നതാണ് ദൈവത്തെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ. അതിലൂടെ എന്നും ഈ ഭൂമിയിൽ ഓർത്തിരിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കുകയാണ് ഓരോ വിശുദ്ധരെയും. അതിനുശേഷം പറയണം, നിങ്ങളിലും വചനം വന്നാൽ നിങ്ങളും കൊച്ചു ദൈവങ്ങൾ ആകും. ബൈബിളിൽ പറയുക, ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. പക്ഷെ വിറ്റുപേർ ഇവിടെ പറയുന്നത് കൊച്ചു ദൈവങ്ങൾ ആകും എന്ന. കൊച്ചു ദൈവങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മളിൽ അഹങ്കാരം വരാതിരിക്കാനായിട്ടാണ്. ഇതിൽ പറയുകയാണ് കൊച്ചു ദൈവങ്ങൾ ആകും. ഇത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് സാത്താനാണ്. യാക്കോബ് 2:19. നമ്മളിൽ ഈശോ വന്നോ ഇല്ലയോ എന്ന് ആദ്യം തിരിച്ചറിയുന്നത് സാത്താനാണ്. തിമോത്തി 3:12 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോഴേ സാത്താൻ്റെ അക്രമങ്ങൾ ഉണ്ടാകും. ഒരു പാപത്തിൽ നിന്ന് വിട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ അവൻ നമ്മെ ആക്രമിക്കാൻ തുടങ്ങും. പക്ഷേ ഈശോയുടെ രാജ്യത്തിൽ അത് നമ്മൾ കീഴ്പ്പെടുത്തി വരുമ്പോഴാണ് ആ തിന്മയുടെ ശക്തിയെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുക. മർക്കോസിന് സുവിശേഷം 1:21-28 വരെയുള്ള വചനത്തിലും ഈശോയെ കണ്ടപ്പോഴേ അവൻ അലറുകയാണ്, ദൈവമേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. യാക്കോബ് 2:19 ഇവനും ആദ്യം ദൈവത്തെ തിരിച്ചറിയുന്നു, പക്ഷേ അവൻ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ അവന് ഭയന്ന് വിറയ്ക്കുന്നു. ഈശോയുടെ നാമം നമ്മൾ വഹിക്കുമ്പോൾ പാപത്തെയും പാപസാഹചര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ച ശേഷം
നമ്മുടെ ഈ ലോകത്തിലൂടെ നടന്നു പോകുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. നമ്മൾ ഈശോയിൽ വന്നു കഴിഞ്ഞ് നമുക്കൊത്തിരിയേറെ വേദനകളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവയെല്ലാം ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ച് കർത്താവിന് മഹത്വം നൽകി ദൈവത്തെ ആരാധിച്ച് നമ്മളുടെ ഹൃദയത്തിൽ ഈശോ വന്ന ശേഷം നമ്മൾ പോകുമ്പോൾ അവിടെ വഴി അരികിലുള്ള തിന്മയുടെ ശക്തികൾ, വ്യക്തികളിലുള്ള തിന്മയുടെ ശക്തികൾ ഒക്കെ ഭയന്ന് വിറയ്ക്കും. കാരണം അത്യുന്നത നാമമാണ് നമ്മൾ വഹിക്കുന്നത്. നിയമാവർത്തനം 28:10 പറയുന്നുണ്ട്, നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ സകലരും ഭയപ്പെടും. ഇവിടെ വിറ്റുപേർ എന്താ പറയുകയാണ്, ഈശോ വന്നോ എന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് സാത്താനാണ്. അല്ലാതെ ആരെ വിളിച്ച് ചോദിച്ചാലും അറിയാൻ സാധിക്കില്ല. നിങ്ങളിൽ കൃപ വന്നോ എന്ന് അറിയണമെങ്കിൽ സാത്താനോട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിൽ ആരിലാണ് ഏറ്റവും കൂടുതൽ വചനം ഉള്ളത് അവരുടെ കാലിൽ വന്ന് പിശാചിനോട് വീഴാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വചനമുള്ളവരുടെ കാലിൽ വന്ന് അവൻ വീഴും. അപ്പം ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ബ്രദറിൻ്റെയൊക്കെ കാലത്തുണ്ടായിട്ടുണ്ട്. ചില ഇവിൾ സ്പിരിറ്റ് വിട്ടു പോകാതെ വരുമ്പോൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുന്നവരിൽ വർഷങ്ങളായിട്ട് ഈശോയുടെ വചനത്തിലും വിശുദ്ധിയിലും ഒക്കെ ജീവിക്കുന്നവർ വളരെ സൈലൻ്റായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഒരു പ്രാവശ്യം ബ്രദർ പറഞ്ഞു, ഇവിടെ ഏറ്റവും കൂടുതൽ വചനമുള്ളവരുടെ കാലിൽ പോയി വീഴാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബന്ധനമുള്ള വ്യക്തി തപ്പിപ്പോയി ഏറ്റവും കൂടുതൽ വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കാലിൽ പോയി വീണു. അതിലേറ്റവും എളിമയുള്ള ഒരു വ്യക്തിയിൽ പോയി കാലിൽ വീഴുന്ന ഒരു അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതൽ ദൈവത്തെ ഭയപ്പെടും, കൂടുതൽ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കും. തന്നിൽ ദൈവം ഉള്ളതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മളെന്തായിരിക്കും, ജാഗരൂകരായിരിക്കും. ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തും. കാരണം നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ ആലയത്തെ കൂടുതൽ ബഹുമാനിക്കാൻ ഇടയാക്കുന്നത് ഈശോ നമ്മളിലുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ വരുമ്പോഴാണ്. 1 കൊരിന്തോസ് 3:16 1 കൊരിന്തോസ് 6:19-20 എല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നമ്മുടെ ശിരസ്സ് മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈശോ നമ്മളിൽ വസിക്കുമ്പോഴാണ്. മറ്റൊരു ആത്മീയ രഹസ്യം ബ്രദറോട് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും മോശമായി നേരത്തെ പൈശാചിക ബന്ധനമുണ്ടായിരുന്നവരുടെ കാലിലായിരിക്കും അവൻ വന്ന് ആദ്യം വീഴുന്നത്. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. ചിലപ്പം ഏറ്റവും നേരത്തെ ഏറ്റവും കൂടുതൽ ബന്ധനമുള്ളവരായിരിക്കും, ഏറ്റവും കൂടുതൽ പാപം ചെയ്തവരായിരിക്കും. അവർ ഈശോയിൽ വരുമ്പോഴും ആദ്യം തിരിച്ചറിയുന്നത് സാത്താനാണ്. മഗ്ദലന മറിയത്തെ നമുക്ക് അറിയാം. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ മഗ്ദലന മറിയത്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയുന്നത് 7 പിശാചുക്കൾ അവളിൽ നിന്ന് പുറത്തു പോയതാണെന്നാണ്. ഈ മഗ്ദലന മറിയത്തിനോട് ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം അത്രമാത്രം പാപത്തെ ഉപേക്ഷിച്ച്, എത്ര പാപം ചെയ്തോ അതെല്ലാം പരിപൂർണമായിട്ടും ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ വന്നതാണ് മഗ്ദലന മറിയം. ഈ മഗ്ദലന മറിയത്തിൻ്റെ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ കർത്താവ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദൈവവചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം നിന്നെക്കുറിച്ചും പ്രഘോഷിക്കപ്പെടും എന്നും ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. ഇതുപോലെ പല ബന്ധനത്തിൽപ്പെട്ടവർ, പാപത്തിൽപ്പെട്ടവർ ഒക്കെ ഈശോയിൽ വരുമ്പോൾ അവർ ഏറ്റവും ഫ്രണ്ടിൽ വരും. കർത്താവ് പറയുന്നില്ലേ, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായി തീരും. അവർ കൂടുതൽ വിശുദ്ധി പാലിക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കും. കർത്താവിന് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ ഇടയിൽ ലാറ്റിനെന്നോ സിറിയനെന്നോ മലങ്കരയെന്നോ പല മതങ്ങളെന്നോ ഒന്നും കർത്താവിന് വ്യത്യാസമില്ല. ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശോ എല്ലാവരിലും വന്ന് വസിക്കുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ഈ ഈശോയുടെ ഒരു ആശ്വാസം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാം ഈ പാപഭാരങ്ങളും ദുഃഖങ്ങളും നിരാശകളുമൊക്കെ നമ്മുടെ ശിരസിലും നമ്മുടെ ഹൃദയത്തിലും നമ്മൾ പേറി നടക്കുകയാണ്. ഇത് ആശ്വസിപ്പിക്കാനും സഹായിക്കാനും തിരിച്ചെടുക്കാനും ഒക്കെ ശക്തിയുള്ള നമ്മുടെ കർത്താവായ ഈശോയാണ്. ആ ഈശോയിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. കർത്താവിനോട് കൂടുതൽ കൂടുതൽ ചേർന്നിരിക്കുവാനായിട്ട് മാനസാന്തരത്തിൻ്റെ കൃപകൾ നമ്മുടെ മേൽ വർഷിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു ഈശോ നമ്മളിലുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയുന്നത് ആരാണ്? നമ്മൾ ലോകം ഇന്ന് സാത്താനെയാണ് ഭയപ്പെടുന്നത്. ദൈവത്തെ ഭയമില്ലാതായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹം വരുമ്പോൾ മാത്രമാണ് ഭയത്തിന് ഇടമില്ലാതായി മാറുക. 1 യോഹന്നാൻ 4:18 തിരുവചനത്തിൽ പറയുന്നു, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഈശോയുടെ സ്നേഹം വന്നു കഴിയുമ്പോൾ ഭയം പരിപൂർണമായിട്ടും എടുത്തു മാറ്റപ്പെടുന്നു. വിശുദ്ധ അഗസ്തീനോസിനെ നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയൊക്കെ നമുക്കറിയാം. അവർ ലോകത്തിൽ ആയിരുന്നു, പാപത്തിൽ ആയിരുന്നു. അവരൊക്കെ ഈശോയിൽ വന്ന ശേഷം അവരിൽ ഈശോ വന്ന് വാസമർപ്പിച്ചു. അവർ മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അവരിൽ ജീവിക്കുന്നത് ക്രിസ്തുവായിട്ട് മാറുകയാണ്. തിന്മ അവരെ ഭയപ്പെടുകയാണ്, ലോകം അവരെ ഭയപ്പെടുകയാണ്. കർത്താവ് ഇന്നും അവരെ അനുസ്മരിപ്പിക്കുകയാണ്. നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു കൃപ നമുക്കും കിട്ടുവാനായിട്ട് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവനെ അനുതാപത്തിലേക്ക് വരുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. റോമ 5:20 പറയുന്നു, പാപത്തിൻ്റെ മുകളിലാണ് കൃപ. പാപം എത്രമാത്രം ചെയ്തിട്ടുണ്ടോ അതിന് അപ്പുറത്ത് കൃപയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. ആ ഒരു കൃപ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് തിന്മയെ പരിപൂർണമായിട്ട് വെറുത്തുപേക്ഷിച്ച് ഈശോയുടെ സ്വന്തമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.